അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ബഹുമാനം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉപ്പമാരെ, ഉമ്മമാരെ, പരിശുദ്ധമായ റബീഉൽ ആഖിർ മാസം അതിന്റെ 18ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നു. അൽഹംദുലില്ലാ, നാളെ 18ാമത്തെ പകലാണ്. റബ്ബേ അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്ത് തരണേ റഹ്മാനെ. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും രോഗങ്ങളിൽ നിന്നുള്ള മുക്തിയും അല്ലാഹുവേ, മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാസൗഭാഗ്യവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ആഖിബത്ത്, അവസാനം നന്നായി മരിക്കാൻ വേണ്ടിയുള്ള നമുക്ക് ചില തസ്ബീഹുകളുണ്ട്, അതുപോലെ അള്ളാഹുവിന്റെ ചില ഇസ്മുകളുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദുആയാണ്. അത് നമ്മുടെ ആഖിബത്ത് നന്നാവാൻ, അവസാനം നന്നാവാനും, ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം നമുക്ക് ഒരു വിഷമം ഉണ്ടാവാതെ, പ്രയാസം ഉണ്ടാവാതെ, സങ്കടം ഉണ്ടാവാതെ നല്ല ഒരു ജീവിതം കിട്ടണം. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയുള്ള ഒരു ദുആയാണ്. സ്വഹാബിമാർക്ക് നബിതങ്ങൾ പലപ്പോഴും പഠിപ്പിച്ചു കൊടുത്ത, നബിതങ്ങൾ തന്നെ ദുആ ചെയ്തൊരു ദുആയാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ? അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാനും ഈ ദുആ കാരണമാണ്. പറഞ്ഞു: اللهم إنا نسألك الهدى والتقى والعفاف والغنى. 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 ഈമാൻ കിട്ടി മരിക്കണം അല്ലേ? ഇപ്പൊ ജീവിക്കുമ്പോൾ പല തെറ്റുകളും ചെയ്യും, പല നന്മകളും ചെയ്യും. അതൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമോ, നന്മകൾ സ്വീകരിക്കുമോ, തിന്മകൾ പുറത്തു തരുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ അള്ളാഹുവിനോട് ദുആരക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ പാപമോചനം കിട്ടേണ്ടത് മരിക്കുന്ന സമയത്താണ്. മരിക്കുന്ന സമയത്ത് പാപമോചനം കിട്ടി കലിമ ചൊല്ലി മരിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു അള്ളാഹുവിന്റെ ഇസ്മു പറഞ്ഞിട്ട് നമുക്ക് ആ കാര്യം ചോദിക്കാം. അപ്പോൾ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. പറഞ്ഞോ: യാ ദൽ ജലാലി വൽ ഇക്റാം
أمتنا على دين الإسلام يا ذا الجلال والإكرام 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 أمتنا على دين الإسلام. നമുക്ക് കുറച്ച് അഫ്ളലു ദിക്ർ ചൊല്ലിയാലോ? ഈ ദിക്ർ ചൊല്ലാതെ നമ്മൾ ഒരു ദിക്റിന്റെ മജ്‌ലിസും അവസാനിപ്പിക്കാൻ പാടില്ലെന്നാണ്. ഒരുപാട് നേട്ടങ്ങൾ ഈ ദിക്റിന്റെ പിറകിലുണ്ട്. ഈ ദിക്ർ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പിന്നെ അവൻ വിജയിച്ചില്ലേ? ജീവിതത്തിൽ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും എത്ര വേണ്ടാത്തരം ചെയ്ത ആളാണെങ്കിലും അവസാനം മരിക്കുന്ന സമയത്ത് ആ നാവ് കൊണ്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സൗഭാഗ്യം അവനിക്കില്ല. അതിനേക്കാൾ വലിയ അല്ലാഹു തആല പുറത്തു കൊടുക്കൽ വേറെ ഒന്നും അവനിക്ക് ഇനി കിട്ടാനില്ല. പറഞ്ഞോ അല്ലാഹുവേ, ഇത് പറയുമ്പോൾ ഈ ഒരു ദിക്ർ ഞങ്ങൾക്കും റബ്ബേ മനസ്സിൽ തട്ടി മരിക്കുന്ന സമയത്ത് പറയാൻ, അത് പറഞ്ഞു മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് തരണേ അല്ലാഹ് എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. لا إله إلا الله 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 لا إله إلا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. വിശുദ്ധമായ ഖുർആനിൽ നിരവധി ദുആകളുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ രാവിലത്തെ വീഡിയോയിലൊക്കെ ഖുർആനിൽ വന്നിട്ടുള്ള ചില ദുആകളുടെ ശ്രേഷ്ഠതയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖുർആനിൽ വന്നിട്ടുള്ള നിരവധി ദുആകളിൽ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെയ്യേണ്ട ഒരു ദുആയുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദുആ പറഞ്ഞാൽ നമ്മുടെ ദുന്യാവും രക്ഷപ്പെടും, നാളെ ആഖിറവും രക്ഷപ്പെടും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദുആ പതിവാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞോ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടി മലക്കുകൾ മരം നട്ടുവെക്കുമെന്നാണ്.
സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ പേരിൽ ഒരുപാട് മരങ്ങളും അതുപോലെ തന്നെ ചെടികളും ഒക്കെ സ്വർഗത്തിൽ കാണാൻ പറ്റും. ആ ഒരു പ്രതിഫലം എങ്ങനെ നേടിയെടുക്കാം? മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തൊരു ട്രിക്കാണത്. അത് ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇനി പറയുന്നൊരു വാക്ക് പറഞ്ഞാൽ അവനിക്ക് സ്വർഗത്തിൽ ഒരു മരം നടപ്പെടുമെന്നാണ്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരുപാട് മരങ്ങൾ നമുക്ക് നട്ടാലോ എന്ന് പറഞ്ഞേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 ഏത് നല്ല കാര്യം ചെയ്താലും അതിനുശേഷം നമ്മൾ പറയേണ്ട ഒരു ദുആയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്ന ദുആയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പരിശുദ്ധ കഅബയുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം അവർ ചെയ്ത ദുആയാണ്. എല്ലാ ദിവസവും നമ്മളൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരല്ലേ, അപ്പോൾ അത് അല്ലാഹു തആല സ്വീകരിക്കണമെങ്കിൽ നന്മ ചെയ്തതിന് ശേഷം റബ്ബ് ഇത് നീ കബൂലാക്കണേ എന്ന് നമ്മൾ ദുആരക്കണം. നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ആരെങ്കിലൊക്കെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ, നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ ഒക്കെ, ഖുർആൻ ഓതി കഴിഞ്ഞാൽ റബ്ബനാ തഖബ്ബൽ മിന്നാ എന്ന ദുആ മറക്കാൻ പാടില്ല. നമുക്കൊന്ന് പറഞ്ഞാലോ, നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അല്ലാഹു കബൂലാക്കാൻ വേണ്ടി നല്ലവണ്ണം നമുക്ക് ദുആരക്കാം. പറഞ്ഞോ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم الحمد لله പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ ദിക്റിന്റെ മജ്ലിസ് നമ്മുടെ സ്വലാത്തുകൾ പറഞ്ഞു ഇസ്തിഗ്ഫാറുകൾ പറഞ്ഞു അല്ലെ ഒരുപാട് നേട്ടങ്ങൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കട്ടെ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നിരവധി ആളുകൾ ഉസ്താദ് പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ഞങ്ങൾക്ക് വേണ്ടി ദുആ രക്കണമെന്ന് കമന്റിലൂടെ അറിയിച്ചവരുണ്ട് നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞവരുണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആ രക്കുകയാണ് ഒരു ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈനെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس
الناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين ആയ കരുണയുള്ള അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ അല്ലാഹുവേ തമ്പുരാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ചെയ്തു പോയവരാണെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ ഈ ഇരുത്തം നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹുവേ. ഒരുപാട് ഉമ്മമാര് പങ്കെടുക്കുന്ന മജ്‌ലിസാണ്, ഒരുപാട് വാപ്പമാര് പങ്കെടുക്കുന്ന മജ്‌ലിസാണ്, ഒരുപാട് ഉസ്താദുമാരും സയ്യിദന്മാരും സാധാരണക്കാരും അല്ലാഹുവേ നിരവധി അനവധി ആളുകൾ പങ്കെടുക്കുന്ന ഈ മജ്‌ലിസ് നീ സ്വീകരിക്കണേ സ്വർഗപ്രവേശനത്തിന് ഈ മജ്‌ലിസ് ഞങ്ങളിൽ നിന്നും നീ കാരണമാക്കി സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒറ്റക്കും കൂട്ടായും അല്ലാഹുവേ രഹസ്യത്തിലും പരസ്യത്തിലും ഇരുട്ടിലും വെളിച്ചത്തിലും നിരവധി തെറ്റുകൾ ചെയ്തു പോയി എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ചെറുതായ വലുതായ തെറ്റുകളുണ്ടെല്ലാം നീ മാപ്പാക്കണേ ഇത് ഞങ്ങളുടെ തൗബയായി നീ സ്വീകരിക്കണേ ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല അല്ലാഹുവേ. തെറ്റ് ചെയ്യാനുള്ള മനസ്സ് തരല്ലേ നന്മ ചെയ്യാനുള്ള മനസ്സ് തരണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളാക്കി മാറ്റിയ ഞങ്ങളുടെ പൊന്നു ഉപ്പച്ചിയുണ്ട്, ഉമ്മച്ചിയുണ്ട് റഹ്മാനെ. പലരും ഖബറിലാണ്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ മരുമക്കളും പേരക്കുട്ടികൾ അല്ലാഹുവേ, ഒരുപാട് ബന്ധുമിത്രാദികളുണ്ട്. ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ കൊടുത്ത് അനുഗ്രഹിക്കണേ ഞങ്ങൾക്കും സ്വർഗം നൽകണേ അല്ലാഹുവേ. മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാഹുവേ. ജീവിതത്തിൽ ആ ഉമ്മമാര് സഹോദരിമാർ ഒരുപാട് വേദനകൾ തിന്നവരാണ്, വിഷമങ്ങൾ സങ്കടങ്ങൾ ഏറ്റവരാണ്. ഇനി നീ അവരെ നീ വേദനിപ്പിക്കല്ലേ ഇനി നീ അവരെ സങ്കടപ്പെടുത്തല്ലേ ഒരുപാട് ഉമ്മച്ചിമാർ റബ്ബേ ക്യാൻസർ രോഗത്തിന് അടിമയാണ്, അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ ചെറുതും വലുതുമായ ശരീരവേദന, മുട്ടുവേദന, അതുപോലെ തന്നെ വയറിന് കംപ്ലൈന്റ് ഉണ്ട്, ഗർഭപാത്രത്തിൽ മുഴയുണ്ട്, അങ്ങനെ പല അസുഖങ്ങൾ പറഞ്ഞു ദുആരക്കാൻ പറഞ്ഞവരാണ് റഹ്മാനെ. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളും ഞങ്ങളുടെ ഉമ്മമാരുടെ സഹോദരിമാരുടെ ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ മാറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വാപ്പമാരെ നീ ഖബൂലാക്കണേ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ നീ സ്വീകരിക്കണേ ഞങ്ങളുടെ മക്കളുടെ ജോലിയിൽ നീ ഖൈർ കൊടുക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാവരുടെയും കച്ചവടത്തിൽ ബിസിനസ്സിൽ നീ അഭിവൃദ്ധി നൽകണേ ഹലാലായ സമ്പത്ത് തരണേ ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ പടച്ചവനെ, ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ആരുടെ മുന്നിലും കൈ നീട്ടേണ്ടി വരുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹുവേ. പടച്ചവനെ, ഇസ്സത്ത് തരണേ അഭിമാനം തരണേ ആരുടെ മുന്നിലും ഞങ്ങൾ തല താഴ്ത്തുന്ന ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹുവേ. പടച്ചവനെ, ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്, നീ മാറ്റിത്തരണേ നീ മാറ്റിത്തരണേ അല്ലാഹുവേ. സങ്കടങ്ങൾ ദൂരീകരിക്കണേ രോഗങ്ങൾക്ക് ശിഫ തരണേ കടങ്ങൾ വീട്ടിത്തരണേ കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു തരണേ റഹ്മാനെ. മക്കളുടെ വിവാഹമാണ് ഉസ്താദെ, കയ്യിലൊരു പൈസയില്ല അല്ലാഹുവേ, സ്വർണമായിട്ട് കൊടുക്കാൻ ഒന്നുമില്ല ഉസ്താദ്, പ്രത്യേകം ദുആരക്കണമെന്ന് ഒരുപാട് വാപ്പമാരും ഉമ്മമാര് പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ട് പല കാരണങ്ങളുടെ പേരിൽ വിവാഹം ശരിയാവാതെ വിഷമിക്കുന്ന അല്ലാഹുവേ, പടച്ചവനെ, സഹോദരിമാരെ സഹോദരങ്ങൾ ഖൈറായ ഇണകളെ നീ അവർക്ക് കൊടുക്കണേ അല്ലാഹുവേ. വീടില്ലാത്തവരുണ്ട്, വീട് കൊടുക്കണേ അല്ലാഹുവേ. മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഖൈറായ മക്കളെ കൊടുക്കണേ ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ചു തരണേ മക്കൾ കാരണം സന്തോഷിക്കുന്ന മാതാപിതാക്കളിൽ ഉൾപ്പെടുത്തണേ വിദേശത്തുള്ള ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്, ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ റഹ്മാനെ, അവർക്കെല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ സമാധാനം തരണേ കുടുംബത്തിൽ സ്വസ്ഥത തരണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ ഇവിടെ ചൊല്ലിയ ദിക്റിന്റെ, സ്വലാത്തിന്റെ, തസ്ബീഹിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ വിജയിപ്പിക്കണേ ഹോസ്പിറ്റലുകൾ ഇങ്ങനെ മാറി മാറി കയറിറങ്ങി ഉസ്താദേ കയ്യിലുള്ളതെല്ലാം വിറ്റു, ഇനി ഒന്നുമില്ല, ദുആരക്കണമെന്ന് പറഞ്ഞ എത്രയോ പാവപ്പെട്ട ഉമ്മമാരുപ്പമാര് റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ വിഷമങ്ങൾ നീ കാണണേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരണേ അല്ലാഹുവേ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ പാവപ്പെട്ട ഗസയിലെ, ഫലസ്തീൻ
ഫലസ്തീനിലെ അതുപോലെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, ഏതായാലും ഞങ്ങൾ മരിക്കേണ്ടവരാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് കിട്ടിയവരുണ്ട്, ഉംറക്ക് പോവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുടെ യാത്രകൾ നീ എളുപ്പത്തിലും റാഹത്തിലും സന്തോഷത്തിലും ആക്കണേ അല്ലാ. പഠിച്ചവനെ, നാളെ ഞങ്ങളുടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് ചേരാൻ ഞങ്ങൾക്ക് തൗഫീക്ക് തരണേ അല്ലാ. നാളത്തെ മജ്ലിസിനെങ്ങാനും മുമ്പ് ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അല്ലാഹുവേ, ഈ മജ്ലിസ് ഞങ്ങളുടെ തൗബയുടെ മജ്ലിസായി സ്വീകരിക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ തൗബയാണ് റബ്ബേ, നീ ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് والمسلمين والمسلمات آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الحمد لله. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ദുആയും എല്ലാം സ്വീകരിക്കട്ടെ. കമന്റിലൂടെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നുണ്ട്, എല്ലാവർക്കും ദുആ ആരക്കാം. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് എല്ലാ വിജയങ്ങളും ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തരട്ടെ. ആമീൻ ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.